നമ്മൾ നന്നായിട്ട് ഫിസിക്കലി ആക്റ്റീവ് ആയാൽ മാത്രമേ ഈ പെൽവിക് ബോണിൻ്റെ ഉള്ളിൽ കൂടെ അത് ഇറങ്ങി വരുള്ളൂ. കുമ്പിട്ടും നീർന്നും നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് ബേബി ഈ പെൽവിക് ബോണിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. അല്ലാണ്ട് പലരുടെയും ഒരു വിചാരമുണ്ട് ഈ ഡ്യൂ ഡേറ്റിൽ ബേബി തന്നെ ഇങ്ങ് ഇറങ്ങിപ്പോരും. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നമ്മളൊരു 7ാമത്തെ മാസം മുതൽ സ്ക്വാട്സ് 7 months 8 months കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് സ്ക്വാട്സ് ചെയ്യാൻ പറയും. ഞാൻ ഡോക്ടർ സ്മിതി ജോർജ്, സീനിയർ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. വി ആർ പ്രഗ്നൻറ്റ് സീരീസിൻ്റെ 7th എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിൽ എന്തുകൊണ്ട് ഇത്രയധികം സിസേറിയൻ നടക്കുന്നു. നമ്മൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 തലമുറ മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, പാടത്ത് നിന്ന് ഓടി വന്ന് പ്രസവിച്ച പല കഥകളും കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യമുള്ള നാടാണ് കേരളം. പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ആരും പാടത്ത് പോയിട്ടില്ല. ഈ ജനറേഷനിൽ ആരും തന്നെ പാടത്ത് പോയിട്ടില്ല. അതേമാതിരി നമ്മുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ചലനരഹിതമായൊരു ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ മുറ്റമടിച്ചിട്ടില്ല, നെല്ല് കുത്തിയിട്ടില്ല, അരി ആട്ടിയിട്ടില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പെൽവിക് മസിൽസും പെൽവിക് ബോണും ഒന്നും അത്ര വലിയ വെൽ ഡെവലപ്ഡ് ഒന്നുമല്ല. ഇന്ന് സിസേറിയൻ കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. വളരെ ചെറുപ്രായം മുതൽ എല്ലാവരും പുസ്തകവും പഠിത്തവും അല്ലെങ്കിൽ ഫോണോ ലാപ്ടോപ്പിൻ്റെ മുമ്പിലാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ മസിൽ സ്ട്രെങ്ത്തും പെൽവിക് സ്ട്രെങ്ത്തും ഒക്കെ വളരെ കുറവാണ്. സെക്കൻഡ് തിങ് ഈ ബേബി എന്ന് പറയുന്നത് ഈ പെൽവിക് ബോണിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി വരണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫിസിക്കലി ആക്റ്റീവ് ആയാൽ മാത്രമേ ഈ പെൽവിക് ബോണിൻ്റെ ഉള്ളിൽ കൂടെ അത് ഇറങ്ങി വരുള്ളൂ. കുമ്പിട്ടും നീർന്നും നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് ബേബി ഈ പെൽവിക് ബോണിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത്. അല്ലാണ്ട് പലരുടെയും ഒരു വിചാരമുണ്ട് ഈ ഡ്യൂ ഡേറ്റിൽ ബേബി തന്നെ ഇങ്ങ് ഇറങ്ങിപ്പോരും. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നമ്മളൊരു 7ാമത്തെ മാസം മുതൽ സ്ക്വാട്സ് 7 months 8 months കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് സ്ക്വാട്സ് ചെയ്യാൻ പറയും. സ്ക്വാട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വാട്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന തരത്തിൽ താഴെ ഇരിക്കുക, എണീക്കുക. ഇത് എല്ലാ ദിവസവും ആദ്യം ഒരു 20 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരു 100 to 140 times per day സ്ക്വാട്സ് ചെയ്താൽ ബേബിക്ക് ആ പെൽവിക് ബോണിലേക്ക് ഇറങ്ങാനുള്ള പോസിബിലിറ്റിയും നോർമൽ ഡെലിവറി നടക്കാനുള്ള പോസിബിലിറ്റിയും കൂടുകയും ചെയ്യും. പക്ഷേ ഇതൊന്നും ചെയ്യാണ്ട് നമ്മൾ എല്ലാ ദിവസവും കസേരയിലിരുന്ന് ജോലി ചെയ്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് നമ്മൾ ഡെലിവറി ചെയ്യുമെന്ന് വിചാരിച്ചാൽ അതൊരു റിയാലിറ്റി അല്ല. ബിക്കോസ് ഇന്ന് കാലത്ത് ഡെലിവറി നടക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഈ ബേബിയുടെ ഹെഡ് ഈ പെൽവിക് ബോണിൽ കൂടെ ഇറങ്ങി സഞ്ചരിച്ച് പുറത്തേക്ക് വരാൻ ഉള്ള ഒരു സാഹചര്യമല്ല നമ്മുടെ ഒരു വർക്ക് സിറ്റുവേഷൻ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ഒരു 8th month മുതൽ എല്ലാ ദിവസവും സ്ക്വാട്സ് ചെയ്യുക. അതേമാതിരി എല്ലാ ദിവസവും ഒരു 10,000 steps നടന്നാൽ, അതേമാതിരി ഒരു 10,000 steps കയറിയാൽ, ഇതൊക്കെ ചെയ്താലാണ് നമ്മുടെ മസിൽസിന് സ്ട്രെങ്തൻഡ് ആകുക. അതേമാതിരി മസിൽസിന് ആ ഒരു പ്രഗ്നൻസിയുടെ സ്ട്രെയിൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുക. ആക്ച്വലി പറഞ്ഞാൽ നോർമൽ ഡെലിവറി നടക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം ഒരു 50% കൂടും എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ഇപ്പോൾ ഒരു 5 liter ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഹാർട്ട് ആ ഡെലിവറി സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബറിൽ ഏകദേശം ഒരു 7.5 liter ബ്ലഡ് പമ്പ് ചെയ്യണം. അത്രയും എഫേർട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ട് ടോളറൻസിനെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യണം. ആവറേജ് ഒരു ഗർഭിണിക്ക് ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് കയറുമ്പോൾ തന്നെ കിതയ്ക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു എഫേർട്ട് ഡെലിവറി സമയത്ത് എടുക്കാൻ പറ്റുക? അപ്പോൾ അത് നമ്മൾ പതുക്കെ പ്രഗ്നൻസിയിലൊരു ആദ്യ കാലഘട്ടം മുതൽ തന്നെ നമ്മൾ സ്റ്റെപ്സ് കയറുക, അതേമാതിരി നടക്കുക, ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ നമുക്ക് ബോഡിക്ക് ആ ഡെലിവറി സമയം വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇത്രയും എഫേർട്ട് ടോളറൻസ് ഡെവലപ്പ് ചെയ്യും ഒരു നോർമൽ ഡെലിവറി സാധ്യമാകുകയുള്ളൂ. ഈ ഒരു എക്സ്പീരിയൻസിലൂടെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇയർ കാലിക്കറ്റ് PGക്ക് പഠിക്കുമ്പോഴാണ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴാണ് പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ ബിസി ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ്. ചിലപ്പോൾ ഒരു ദിവസം 100 ഡെലിവറിയൊക്കെ നടക്കുന്ന ഒരു കോളേജാണ്. അങ്ങനെ അവിടെ ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് പലപ്പോഴും ലിഫ്റ്റ് വർക്ക് ചെയ്യില്ല. 7 നിലയുണ്ട്. അപ്പം നമ്മൾ ഈ സ്റ്റെപ്സ് ഓടി കയറി
ഓടി നടന്ന് പണി ചെയ്യുകയാണ്. അങ്ങനെ പണി ചെയ്തതിൻ്റെ ഫലമായിരിക്കും. പിന്നെ സാറ് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ബോസ് എനിക്ക് ലീവൊന്നും തന്നില്ല. അങ്ങനെ ഡെലിവറിയുടെ ഒരു തലേ ദിവസം വരെയൊക്കെ ജോലി ചെയ്തു. അങ്ങനെയൊക്കെ ജോലി ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എൻ്റെ ബേബിയുടെ വെയിറ്റ് 3.8 ഉണ്ടായിരുന്നു. അത് നല്ല വെയിറ്റാണ്. ആ ബേബീനെ നമുക്ക് നോർമൽ ഡെലിവറി ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് പാടത്തൊന്നും പോകുന്നില്ലെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് നല്ല ഫിസിക്കൽ എഫേർട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു എക്സ്പീരിയൻസാണ്. താങ്ക് യു.